ആദികവിയായ വാൽമീകി മഹർഷിയാൽ വിരചിതമായ രാമായണം എന്ന ഇതിഹാസവും വ്യാസഭഗവാനാൽ രചിക്കപ്പെട്ട മഹാഭാരതം എന്ന ഇതിഹാസവും 18 മഹാപുരാണങ്ങളും അതിലധികം ഉപപുരാണങ്ങളും മാത്രമാണ് കേരളീയർക്ക് ഏറ്റവും പരിചിതമായ സംസ്കൃത ഗ്രന്ഥങ്ങൾ. മഹാപുരാണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ശ്രീമദ് ഭാഗവതം തന്നെ എന്നത് തർക്കമറ്റ സംഗതിയാണ്. ദേവി ഭക്തന്മാർ ശ്രീമദ് ഭാഗവതത്തിന് തുല്യമായ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു മഹത് ഗ്രന്ഥമാണ് ദേവി ഭാഗവതം. ഇവയിലൊന്നും പെടാത്തതും ഭാരതത്തിലെ പല ഭാഗങ്ങളിലും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും എന്നാൽ കേരളത്തിൽ താരതമ്യേന പ്രചാരം കുറഞ്ഞതുമായ ഒരു അമൂല്യ ഗ്രന്ഥമാണ് ഗർഗസംഹിത അഥവാ ഗർഗഭാഗവതം. യദുകുലാചാര്യനും ജ്യോതിശാസ്ത്ര പാരംഗതനുമായ ഗർഗമഹർഷിയാൽ വിരചിതമായ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവതാര കഥകൾ തന്നെയാണ്. ശ്രീകൃഷ്ണ കഥകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ശ്രീമദ് ഭാഗവതം, ബ്രഹ്മാണ്ഡ പുരാണം, വിഷ്ണു പുരാണം തുടങ്ങിയ മഹാപുരാണങ്ങളിൽ ഒന്നും തന്നെ സ്പർശിച്ചിട്ട് പോലുമില്ലാത്ത ഒരു നാമധേയമാണ് ശ്രീകൃഷ്ണന്റെ പ്രാണപ്രേയസിയായ രാധാദേവിയുടേത്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണത്രേ രാധാകൃഷ്ണ സങ്കല്പം വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ഗർഗസംഹിതയിലാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനും രാധാദേവിക്കും കൊടുത്തിട്ടുള്ള പ്രാധാന്യം അവർണ്ണനീയമാണ്. പല അധ്യായങ്ങളായി തിരിച്ചിട്ടുള്ള ഗർഗഭാഗവതത്തിലെ ഓരോ അധ്യായങ്ങളായി ഓരോ എപ്പിസോഡിലും നമുക്ക് വായിക്കാം. അധ്യായം 1, ശ്രീകൃഷ്ണ മാഹാത്മ്യ വർണ്ണനം. ആദ്യമായി നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വൈഷ്ണവ വംശജനായ ശ്രീ വേദവ്യാസ മഹർഷിയെയും വന്ദിച്ചുകൊണ്ട് ഈ സംഹിത ആരംഭിക്കട്ടെ. ഒരിക്കൽ യോഗഭാസ്കരനും മഹാവിജ്ഞാനിയുമായ ഗർഗമഹർഷി ശൗനകമുനിയെ ദർശിക്കുവാനായി നൈമിഷാരണ്യത്തിൽ ചെല്ലുകയുണ്ടായി. ശൗനകമുനി അദ്ദേഹത്തെ കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഉപചാരപൂർവ്വം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിനോട് തൻ്റെ മനസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി പല സംശയങ്ങളുമുണ്ടെന്നും അവ തീർത്തു കൊടുക്കണമെന്നും അപേക്ഷിച്ചു. ഗർഗമഹർഷി ശൗനകമുനിയുടെ ആ അപേക്ഷയെ വളരെയധികം ശ്ലാഘിക്കുകയും ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റി ചോദിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് തന്നെ സമസ്ത പാപഹരമാണെന്ന് പറയുകയും ചെയ്തു. അനന്തരം അദ്ദേഹം മിഥിലാപുരിയിൽ ഉണ്ടായിരുന്ന ബഹുലാശ്വൻ എന്ന പ്രതാപിയായ രാജാവിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹം ശാന്തനും കൃഷ്ണഭക്തനും നിരഹങ്കാരിയുമായിരുന്നു. ഒരിക്കൽ അവിടെ എത്തിച്ചേർന്ന നാരദ മഹർഷിയെ യഥാവിധി സൽക്കരിച്ച ശേഷം അദ്ദേഹം ഉൽപ്പത്തിയില്ലാത്തവനും പ്രകൃതിക്ക് അതീതനും അന്തര്യാമിയുമായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സച്ചിദാനന്ദ ശരീരം ഉപേക്ഷിച്ച് ഭൗതിക ശരീരം സ്വീകരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു അത്രേ. സാധു സംരക്ഷണത്തിനായി ഭഗവാൻ അവതാരങ്ങൾ സ്വീകരിക്കുന്നതായി തോന്നുന്നുവെങ്കിലും ഭഗവാൻ തൻ്റെ ചിന്മയ സ്വരൂപം ഒരിക്കലും ഉപേക്ഷിക്കുകയോ ഭൗതിക സ്വരൂപം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നും നടന്മാർ സ്വയം മോഹിതരാകാതെ കാണികളെ മോഹിപ്പിക്കുന്നത് പോലെയാണിതെന്നുമായിരുന്നു നാരദൻ മറുപടി പറഞ്ഞത്. സാധു സംരക്ഷണത്തിനായി ഭഗവാൻ അംശാംശം, അംശം, ശക്തിയാവേശം, കല, പൂർണ്ണം, പരിപൂർണതമം എന്നിങ്ങനെ 6 വിധം അവതാരങ്ങൾ സ്വീകരിക്കുന്നുവെന്നും ശ്രീകൃഷ്ണ ഭഗവാന്റേത് പരിപൂർണതമമാണെന്നും നാരദൻ അരുളി ചെയ്തു. മരീചി മുതലായവർ അംശാംശവും, കപിലൻ, കൂർമ്മം എന്നിവർ കലാവതാരങ്ങളും, പരശുരാമൻ ശക്തിയാവേശാവതാരവും, നരസിംഹം, ശ്രീരാമൻ, ശ്രീഹരി, ശ്രീ മഹാവിഷ്ണു, യജ്ഞനാരായണൻ, നരനാരായണന്മാർ എന്നിവർ പൂർണ്ണാവതാരങ്ങളും ശ്രീകൃഷ്ണൻ പരിപൂർണനുമാണ്. അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്നു. സൃഷ്ടിയാദി കർമ്മങ്ങൾ ചെയ്യുന്ന അംശാവതാരമായ ബ്രഹ്മാദികളെ സഹായിക്കുന്ന തരത്തിലുള്ള അവതാരങ്ങൾ അംശാംശങ്ങളാണ്. ഭഗവാൻ ആരിൽ പ്രവേശിച്ച് ഉദ്ദിഷ്ടകാര്യങ്ങൾ നടത്തുന്നുവോ അവരാണ് ആവേശാവതാരങ്ങൾ. യുഗങ്ങൾ തോറും അവതരിച്ച് യുഗധർമ്മമനുസരിച്ച് ധർമ്മസ്ഥാപനം നടത്തി തിരോഭവിക്കുന്നവയാണ് കഥാവതാരങ്ങൾ. വസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരടങ്ങുന്ന ചതുർവ്യൂഹം അത്തരത്തിലുള്ളതാണ്. പരിപൂർണതമം എന്ന തരത്തിലുള്ള അവതാരം ശ്രീകൃഷ്ണൻ മാത്രമാണ്. ശ്രീകൃഷ്ണൻ ഒരു കാര്യത്തിനു വേണ്ടി അവതരിച്ച് അനേക കാര്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ശ്രീ നാരദ മഹർഷി ഇത്രയും പറഞ്ഞത് കേട്ട ബഹുലാശ്വൻ ഭക്തിയാവേശം മുഴുത്ത് രോമാഞ്ചകഞ്ചുകിയായി നാരദനോട് വീണ്ടും ശ്രീകൃഷ്ണ കഥകളെപ്പറ്റിയും എപ്പോഴാണ് തനിക്ക് ഭഗവാനെ കൺമുന്നിൽ കാണാൻ കഴിയുകയെന്നും ചോദിച്ചു. ദ്വാരകയിൽ വസിക്കുന്ന അവസരത്തിൽ ഭഗവാൻ ബഹുലാശ്വനെയും ശ്രുതദേവൻ എന്ന ഭക്തനെയും അനുഗ്രഹിക്കുവാൻ നിശ്ചയമായും എഴുന്നള്ളുമെന്നും
നാരദൻ പറഞ്ഞു.